ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 7ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 6 സെഷനായി നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ സെഷൻ അതിൻ്റെ എല്ലാം കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് ആ സെഷൻസ് കണ്ടിട്ട് വന്ന് ഈ സെഷൻ കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് കാണണമെന്നുള്ളവർ ഇവിടെ കാർഡ്സിൽ അവരുടെ ലിങ്ക്സ് ഉണ്ടാകുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക്സ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അത് ദയവ് ചെയ്ത് കണ്ടിട്ട് വരിക. ഈ സെഷൻ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്നൊരു കൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടെയും വളരെ എളുപ്പമായിട്ടും ഈ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് മാർക്ക് അങ്ങനെ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അയ്യോ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച ഒരു ബേർഡൻ ആയിട്ടായിരിക്കും നിങ്ങളിത് പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ വളരെ എളുപ്പമായി ഇത് പറഞ്ഞു തരാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ചെറിയ ഡൗട്ടാണെങ്കിലും വലിയ ഡൗട്ടാണെങ്കിലും ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കുന്നതായിരിക്കും. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ളവർ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ വീഡിയോ പോസ് ചെയ്തിട്ട് ഇടയ്ക്ക് നോട്ട്സ് എഴുതിയെടുക്കുക, ബോർഡ് നോക്കി. അതായിരിക്കും ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, റിലേറ്റീവ് വെലോസിറ്റി എന്നാണ് നമ്മുടെ ഇന്നത്തെ കൺസെപ്റ്റ്. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപേക്ഷിക വേഗത. ഓക്കെ, എന്താ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. ആപേക്ഷികമായി നമ്മൾ പറയുവാണ് ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി മറ്റൊരു വസ്തുവുമായി ആപേക്ഷികമായി പറയുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെഷൻ നമ്പർ 2 ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. കാണാത്തവർ ദയവേത് കണ്ടിട്ട് വരിക. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെലോസിറ്റി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വേഗത എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റീനെ നമുക്ക് ബ്രോഡായി 3 തരമായി പറയാം. ആദ്യത്തെ ആവറേജ് വെലോസിറ്റി ആണ്, രണ്ടാമത്തത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണ്, മൂന്നാമത്തത് റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഈ മൂന്നാമത്തെ റിലേറ്റീവ് വെലോസിറ്റി എന്താണ് എന്നാണ് ഈ സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയി പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുക. ഡയറക്ഷൻ ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, നമുക്കറിയാം വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. വെക്റ്റർ ക്വാണ്ടിറ്റീസ് വരുമ്പോൾ അവിടെ ഡയറക്ഷൻ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയിൽ തന്നെ ഒരു വേരിയേഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ സെഷനിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്താണ് എന്ന് വളരെ സിമ്പിൾ ടേംസിൽ ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. ആദ്യം ശ്രദ്ധിക്കുക, ഇതൊരു ഗ്രൗണ്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു ഓട്ടപ്പന്തയത്തിൽ നിൽക്കുവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിൽക്കുന്നു, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, 0 പോയിന്റ് ആണെന്ന് വിചാരിക്കാം. എൻ്റെ തൊട്ട് പിറകെ എൻ്റെ കൂട്ടുകാരനുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ P1 ഉണ്ട്, P1 ഞാനാണെന്ന് വിചാരിക്കാം. ഞാൻ പോകുന്ന വേഗത 2 മീറ്റർ/സെക്കൻഡ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, 2 മീറ്റർ, ഓരോ സെക്കൻഡിലും 2 മീറ്ററാണ് ഞാൻ പോകുന്ന വേഗം. P2 എൻ്റെ കൂട്ടുകാരൻ പോകുന്നത് 4 മീറ്റർ/സെക്കൻഡ് ആണ് എന്ന് വിചാരിക്കാം. എന്നെക്കാളും വേഗത്തിലാണ് അയാൾ പോകുന്നത്. അയാൾക്ക് ഓരോ സെക്കൻഡിലും 4 മീറ്റർ ദൂരം കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിലോ നമുക്ക് വരച്ച് നോക്കാം. ആദ്യം ടൈം ഞാൻ വരയ്ക്കുവാണ്. ഓക്കെ, P1 പോകുന്ന ദൂരം, P2 പോകുന്ന ദൂരം, ഇത്രയും ഞാൻ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, എങ്ങനെ കിട്ടും? ആദ്യം ടൈം 0 ആയിരിക്കുമ്പോൾ ഞാനും 0-യിലാണ്, അയാളും 0-യിലാണ്. 1 സെക്കൻഡ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് 2 മീറ്ററേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ 2 മീറ്റർ എത്തി. ഓക്കെ, അതിനുശേഷം അതേ സമയം കൊണ്ട് അയാൾ 4 മീറ്ററിലെത്തും അല്ലേ. ഈ ദൂരം 2 ആണ്, പക്ഷെ ഈ ദൂരം 4. ഓക്കെ, അപ്പോൾ ടൈം 1 ആകുമ്പോൾ എനിക്ക് 2 മീറ്ററേ പോകാൻ പറ്റുള്ളൂ, അയാൾക്ക് 4 മീറ്റർ പോകാൻ പറ്റി. ടൈം 2 ആയാലോ, ഞാൻ 2ൻ്റെ കൂടെ ഒരു 2 കൂടെ പോകും. അപ്പോൾ ഞാൻ അയാൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് എത്തും, 4 മീറ്ററായി, എൻ്റെ ദൂരം 4 മീറ്ററായി. അയാൾ പക്ഷേ ഓടി കുറേ കൂടെ ദൂരം എത്തും, ഒരു 4 മീറ്റർ കൂടെ അയാൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അയാളുടെ ദൂരം 8ആയി. ഓക്കെ, ഇനി നമുക്ക് റിലേറ്റീവ് പൊസിഷൻ പറയാം. എന്നെ ആപേക്ഷികമായി നോക്കുമ്പോൾ എന്നെക്കാളും എത്ര ദൂരെയാണ് അയാൾ നിൽക്കുന്നത് നോക്കാം. ഞാൻ പറയുവാണ് P2 - P1 എഴുതുവാണ്. അയാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര പുറകിലാണ്, അല്ലെങ്കിൽ എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയാൾ എത്ര മുന്നിലാണ് എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ആദ്യം 0 തന്നെയായിരുന്നു, രണ്ടുപേരും ഒരേ സ്ഥലത്തായിരുന്നു തുടങ്ങിയത്. 1 സെക്കൻഡ് ആയപ്പോൾ അയാൾ 4 എത്തി, ഞാൻ 2 എത്തി. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. 2 സെക്കൻഡ് ആയപ്പോൾ അയാൾ 8 എത്തി, ഞാൻ 4 എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഡിഫറൻസ് 4 ആണ്. ഓക്കെ, ഇനി ഈ ആപേക്ഷികമായുള്ള വെലോസിറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതാണ് റിലേറ്റീവ് പൊസിഷൻ അല്ലെങ്കിൽ ആപേക്ഷികമായുള്ള ദൂരം. ആപേക്ഷികമായുള്ള വെലോസിറ്റി പറയുകയാണെങ്കിൽ ഇതേ ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് 2/1 2 തന്നെയാണ്, 4/2 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 മീറ്റർ/സെക്കൻഡിലാണ് എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ അയാൾ എന്നെക്കാളും വേഗതയിൽ 2 മീറ്റർ/സെക്കൻഡിൽ വേഗതയിൽ അയാൾ ഓടുന്നതായി തോന്നും, അല്ലെങ്കിൽ ഈ ഡിഫറൻസ് തന്നെയാണ്.
മനസ്സിലായോ? എന്നെക്കാളും 2 മീറ്റർ/സെക്കൻഡ് വേഗത കൂടുതലായി അയാൾ പോകുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ, ഇഫ് ദ ഡയറക്ഷൻ ഇസ് സെയിം, VAB അല്ലെങ്കിൽ ഈ പറഞ്ഞ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ഇതിന് റിലേറ്റീവ് വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് വെലോസിറ്റിയുടെയും ഡിഫറൻസ് ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. 2 എന്ന് പറയുന്നത് 4 - 2 ആയിരുന്നു. വെലോസിറ്റി ഓഫ് P2 മൈനസ് വെലോസിറ്റി ഓഫ് P1 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, അതായിരുന്നു നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിലും, അതായത് ഞാൻ പോകുന്ന ഇങ്ങോട്ടും അയാൾ പോകുന്ന ഇങ്ങോട്ടുമായിരുന്നെങ്കിൽ എനിക്ക് രണ്ട് വെലോസിറ്റീനെയും ആഡ് ചെയ്താൽ മതി. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഈ ഡയറക്ഷൻ ഈ സെയിം ആകുമ്പോൾ നമ്മൾ വെലോസിറ്റി ഡിഫറൻസ് എടുത്തു എന്ന് പറഞ്ഞായിരുന്നു. ഇതിന് വളരെ ക്ലാസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭൂമി കറങ്ങുവാണ്. ഓരോ സെക്കൻഡും 32 കിലോമീറ്റർ ദൂരെയാണ് ഭൂമി കറങ്ങുന്നു. ഓക്കെ, ഭൂമിയുടെ സ്പീഡ് അത്രയാണ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങളിവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് നിങ്ങൾ 32 കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. പിന്നെ വീണ്ടും ഒരു 32 കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നിങ്ങളും ഭൂമിയുടെ കൂടെ ചുറ്റുമാണ്. അപ്പം നിങ്ങളുടെ വെലോസിറ്റിയും ഭൂമിയുടെ വെലോസിറ്റിയും ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഭൂമിയെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഭൂമിയെ നോക്കുമ്പോൾ നമുക്ക് വെലോസിറ്റി ഒന്നും ഇല്ലാത്ത പോലെ തോന്നും, അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി 0 പോലെ തോന്നും. കാരണം എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി VA - VB ആണ്. അതായത് നമ്മുടെ വെലോസിറ്റി മൈനസ് ഭൂമിയുടെ വെലോസിറ്റി ആണ്. നമ്മളും ഭൂമിയുടെ കൂടെ ചുറ്റുന്നതുകൊണ്ട് നമ്മുടെ വെലോസിറ്റിയും ഭൂമിയുടെ വെലോസിറ്റിയും സെയിം ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? നമുക്ക് വെലോസിറ്റി ഒന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കറങ്ങുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ വെളിയിൽ പോയി നിന്ന് ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കാണാൻ പറ്റും ഓരോ സെക്കൻഡും നമ്മൾ 32 കിലോമീറ്റർ പോവാണ്. അതായത് VAയും 32 ആണ്, VBയും 32 ആണ്. അതുകൊണ്ടാണ് ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി. ആ റിലേറ്റീവ് വെലോസിറ്റി 0 ആയതുകൊണ്ടാണ് നമുക്ക് ഒന്നും ഫീൽ ചെയ്യാത്തത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ പലപ്പോഴും ഓപ്പോസിറ്റ് വരുന്ന ട്രെയിൻ ഭയങ്കര സ്പീഡായി പോകുന്നു എന്ന് തോന്നും. ഭയങ്കരം തന്നെ അല്ലേ? നമ്മൾ ഈ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് പറയും, അവൻ ഭയങ്കര സ്പീഡിൽ പോകുന്നു, മറ്റേ ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോകുന്നു. മറ്റേ ട്രെയിനിൽ ഇരിക്കുന്നവർ പറയും, ഈ ട്രെയിൻ നല്ല സ്പീഡിൽ പോകുന്നു. പക്ഷെ രണ്ടുപേരും വലിയ സ്പീഡിലൊന്നും ആയിരിക്കത്തില്ല പോകുന്നത്. അത് കാരണം എന്താ? ഇവിടെ നമുക്ക് തോന്നുന്നത് റിലേറ്റീവ് വെലോസിറ്റി ആണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എപ്പോഴും രണ്ട് വെലോസിറ്റി ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു, ആ ട്രെയിൻ 20 km/h പോവാണ് എന്ന് വിചാരിക്കാം. മറ്റൊരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നു, ആ ട്രെയിൻ വരുന്നത് 40 m/s ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും കൂടെ പോകുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓപ്പോസിറ്റ് ആയതുകൊണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി ഇതിന് രണ്ടിൻ്റെയും ആഡ് ചെയ്തായിരിക്കും വരുന്നത്. നെറ്റ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 60 m/s ആയിരിക്കും. അപ്പോൾ ഭയങ്കര സ്പീഡായി പോകുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ വെക്റ്റർ ഫോമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡിഫറൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. ഒരു വെക്റ്റർ മൈനസ് മറ്റേ വെക്റ്റർ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. ഈ വെക്റ്റർ ഫോമിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡായി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും ഓർത്താൽ മതി. നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി വെക്റ്റർ ഫോമിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വസ്തു ഒബ്ജക്റ്റിൻ്റെ വെക്റ്റർ വെലോസിറ്റി വെക്റ്റർ എടുക്കുക, അതിനെ രണ്ടാമത്തെ വസ്തുവിൻ്റെ വെലോസിറ്റി വെക്റ്റർ കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? അതായിരിക്കും റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ. ഇനി നമുക്ക് കുറച്ച് ഗ്രാഫ്സ് വരച്ച് നോക്കാം. എങ്ങനെയായിരിക്കും റിലേറ്റീവ് വെലോസിറ്റി പല ഒബ്ജക്ട്സിന് കിട്ടുന്നത് എന്നുള്ള ഗ്രാഫ് വരച്ച് നോക്കാം. ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് സെയിം ഡയറക്ഷനിൽ പോകുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ സെയിം ഡയറക്ഷനിൽ തന്നെ പോവാണ്. അവയുടെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം അവ രണ്ടിൻ്റെയും വെലോസിറ്റി സെയിം ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, A എന്ന് പറഞ്ഞൊരു ഓബ്ജക്റ്റ് ഉണ്ട്, B എന്ന് പറഞ്ഞ മറ്റൊരു ഓബ്ജക്റ്റ് ഉണ്ട്. രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്, രണ്ടിൻ്റെയും വെലോസിറ്റി ഈക്വൽ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ആക്സസ് എന്ന് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ POS എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം തന്നെ എഴുതുവാണ്. ഓക്കെ, X ആക്സിസ് ടൈമാണ്, Y ആക്സിസ് പൊസിഷനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത്, ഇപ്പോൾ വെലോസിറ്റി ഉള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽഡായി കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ നോക്കിയായിരുന്നു. എങ്ങനെയാണ് വരുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ Aൻ്റെ വെലോസിറ്റി A ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് Aൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ വരയ്ക്കുവാണ്. സെയിം വെലോസിറ്റി തന്നെ ആയതുകൊണ്ട് B കുറച്ച് ഫ്രണ്ടിലാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതാണ് B എന്ന് വിചാരിക്കുക, ഇത് A എന്ന് വിചാരിക്കുക. രണ്ടും ഇങ്ങനെ പോവാണ്. സെയിം വെലോസിറ്റി ആണ്, സെയിം ഡയറക്ഷനാണ്. ഓക്കെ, രണ്ടുപേരും ഇങ്ങനെ പോവാണ്. അപ്പോൾ സെയിം വെലോസിറ്റി ആയതുകൊണ്ട് അവർ തമ്മിലുള്ള ദൂരം കുറയത്തോ കൂടത്തോ ഇല്ല, അങ്ങനെ അതേ ദൂരം മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഇത്രയും ദൂരം ഉണ്ട് ആദ്യം എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് Bൻ്റെ പൊസിഷൻ തുടക്കുന്നു, ഇത് Aൻ്റെ പൊസിഷൻ. അപ്പോൾ അതേ ദൂരം തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ പാരലൽ ആയിരിക്കും അവർ പോകുന്നത്. ഓക്കെ, എവിടെ നോക്കിയാലും അവർ തമ്മിലുള്ള ദൂരം സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ആൻഡ് ടു ഒബ്ജക്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് സെയിം വെലോസിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കാം, Aൻ്റെ വെലോസിറ്റി Vനേക്കാൾ കൂടുതലാണ് എന്ന് വിചാരിക്കാം. നേരത്തെ ഉള്ള പോലെ തന്നെ ഒരിക്കൽ കൂടി ഗ്രാഫ് വരയ്ക്കുമ്പോൾ
എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണ് എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി എ ഇവിടെ തുടങ്ങുന്നു, പക്ഷേ എന്റെ വെലോസിറ്റി കൂടുതലാണ്. എന്റെ വെലോസിറ്റി കൂടുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് കൂടും. എപ്പോഴും പൊസിഷൻ ടൈം ഗ്രാഫിൽ സ്ലോപ്പ് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്ലോപ്പ് കൂടി, അതായത് ചരിവ് കൂടും. അപ്പോൾ എ ഇങ്ങനെ പെട്ടെന്നായിരിക്കും പോകുന്നു, കുത്തന ഉള്ളൊരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബി കുറച്ച് മുന്നേ തുടങ്ങി എന്നുണ്ടെങ്കിൽ അയാൾ പതുക്കെ പോകുന്നുണ്ട്, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ എ ബിനെ മറികടക്കും. ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ബി ആദ്യം കുറച്ച് മുന്നേ ആണ് തുടങ്ങിയത്, എ പതുക്കെയാണ് തുടങ്ങിയത്. പക്ഷേ എ നല്ല സ്പീഡിൽ പോകുന്നു. അത് കാരണം കുറച്ച് കഴിയുമ്പോൾ എ ബിനെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോകും. അതാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് ആയി വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എടുക്കാം. വി ബി ഗ്രേറ്റർ ദാൻ വി എ, ബി എനേക്കാൾ സ്പീഡിൽ പോകുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിനാറിയോ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എ ബിന്റെ പുറകെ തുടങ്ങുന്നു, അല്ലെങ്കിൽ ബി എന്റെ ഫ്രണ്ടിൽ തുടങ്ങുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ബി വേഗത്തിൽ പോകും, അപ്പോൾ ബിയുടെ സ്ലോപ്പ് ഭയങ്കര കൂടുതലായിരിക്കും, ബി പെട്ടെന്ന് അങ്ങ് പോകും. എ പതുക്കെ പോകുന്നുള്ളൂ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ബി ആദ്യം മുന്നേ തുടങ്ങി, ബി പെട്ടെന്ന് അങ്ങ് പോയി. അപ്പോൾ അവർ തമ്മിലുള്ള ദൂരം കൂടിക്കൂടി പോകും. അതാണ് ഈ ദൂരം ഇങ്ങനെ കൂടിക്കൂടി പോകുന്നത്, ഇങ്ങനെ കൂടിക്കൂടി ആയിരിക്കും പോകുന്നത്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിലോ രണ്ടും ഒന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു, മറ്റത് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി ഗ്രാഫ് ടൈറ്റിൽ, ആക്സിസ് ടൈറ്റിൽ എന്താണ് എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക, ഒരാളുടെ വെലോസിറ്റി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇങ്ങോട്ട് പോസിറ്റീവായി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുന്നു, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് പോസിറ്റീവായി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതിൻ്റെ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ എ ബി, ഒരിക്കൽ കൂടി നമ്മൾ പറയുവാണ്, എ ഇങ്ങോട്ട് പോകുന്നു, അത് പോസിറ്റീവായി ഞാൻ എടുക്കുകയാണെങ്കിൽ എന്റെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, എന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ബിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണ്, അപ്പോൾ ബിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ഇവിടെ നിന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക, എന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, എ ഇങ്ങനെ പോകും. ബി ഇവിടെ നിന്ന് തുടങ്ങുവാണ്, ബിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അപ്പോൾ ബിന്റെ വരി താഴോട്ടായിരിക്കും പോകുന്നത്. സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചരിവ് താഴോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന രണ്ട് ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പം ഈ ഗ്രാഫ്സ് എപ്പോഴും ഓർക്കുക. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ഗ്രാഫ്സ് തന്നിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അപ്രോക്സിമേറ്റ് ആയി നിങ്ങൾക്ക് ഗ്രാഫ്സ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ കാർ എ ഈസ് മൂവിങ് അറ്റ് 10 meter per second on a straight road is ahead of another car B moving in the same direction at 6 meter per second. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, തുടങ്ങുന്നത് ഇതാണ്. രണ്ട് കാറുണ്ട് എ ബി. ഒരു കാർ 10 meter per second സ്ട്രെയിറ്റ് റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അയാളുടെ പുറകിൽ വേറൊരു കാറുണ്ട്. ഓക്കെ, അയാൾ ബി കാറാണ്. അയാൾ 6 meter per second ഇയാളുടെ പുറകെ, എ കാറിൻ്റെ പുറകെ 6 meter per second വന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ ആൻഡ് വൈസ് വേഴ്സ. റിലേറ്റീവ് വെലോസിറ്റി, അതായത് എയിനനുസരിച്ച് ബീന് എത്ര വെലോസിറ്റി എന്നും ബീനനുസരിച്ച് എയിന് എത്ര വെലോസിറ്റി എന്നും എന്നാണ് ചോദ്യം. നോട്ട്സ് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളതാണ്. നമുക്കറിയാം വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണ്. വി ബി എ ആണെങ്കിൽ, ബി വിത്ത് റെസ്പെക്ട് ടു എ പറയുകയാണെന്നുണ്ടെങ്കിൽ വി ബി മൈനസ് വി എ എടുത്താൽ മതി. അപ്പോൾ അത് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്ത് കാണിക്കാം. ഓൾറൈറ്റ്, എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് രണ്ട് ഡേറ്റ പോയിൻറ്റ്സ് ആയിരുന്നു ക്വസ്റ്റ്യൻ തന്നത്. ആദ്യം രണ്ട് കാറുണ്ടെന്ന് പറഞ്ഞു, എ ആൻഡ് ബി. വെലോസിറ്റി ഓഫ് എ തന്നിട്ടുണ്ട് 10 meter per second ആണ്, ആൻഡ് വെലോസിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട് 6 meter per second ആണ്. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ള ഇവ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിന് മുന്നേ ആണ് പോകുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആദ്യം ഞാൻ പറയാൻ പോവാണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, WRT എന്ന് ഞാൻ എഴുതുവാണ്. വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വി എ ബി എന്ന് ഞാൻ പറയുവാണ് അതിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണ്. എപ്പോഴാണ് മൈനസ് വരുന്നത്? രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 10 - 6 = 4 meter per second എന്നായിരിക്കും ആദ്യത്തത് കിട്ടുന്നത്. രണ്ടാമത്തത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ.
അത് VBA ആണ്. അതെന്ന് പറയുന്നത് VB മൈനസ് VA ആണ്. ദാറ്റ് ഈസ് 6 മൈനസ് 10 ഇസ് ഈക്വൽ ടു -4 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ എനെ വെച്ച് നോക്കുമ്പോൾ ബിക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ബിയിൽ നിന്നും നോക്കുമ്പോൾ എ മുന്നിലോട്ട് 4 മീറ്റർ പെർ സെക്കൻഡിൽ ദൂരെ അകന്നു പോകുന്നതായി തോന്നും. ഓക്കെ, എയിൽ നിന്നും ബിയെ നോക്കുമ്പോൾ ബി പുറകിലോട്ട് 4 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നതായിട്ട് തോന്നും. അതുകൊണ്ടാണ് നമുക്കിവിടെ നെഗറ്റീവ് കിട്ടിയത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ കാർ ട്രാവലിംഗ് അറ്റ് 90 km/h ഓവർടേക്സ് അനദർ കാർ ഗോയിങ് അറ്റ് 72 km/h. ഓക്കെ, ഒരു കാർ 90 km/h പോവാണ്, അത്ര സ്പീഡിൽ പോകരുത്. ഓവർടേക്സ് അനദർ കാർ ഗോയിങ് അറ്റ് 72 km/h. മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. ആ കാറ് പോകുന്നത് 72 km/h. എപ്പോഴും ഓർക്കുക, km/h തന്നിട്ടുള്ളത്. അത് വളരെ ശ്രദ്ധിച്ച് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇഫ് ബോത്ത് കാർസ് ആർ 5 meters ലോങ്, രണ്ട് കാറും 5 മീറ്റർ നീളമുള്ളതാണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ഓവർടേക്ക് ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? എത്ര സമയം എടുക്കും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാറിന് മറ്റൊരു കാറിനെ, അതായത് 90 km/h ഉള്ള കാർ 72 km/h ഉള്ള കാറിനെ ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? അതിൻ്റെ കൂടെ തന്നെ എത്ര ദൂരം ആ സമയം കൊണ്ട് ട്രാവൽ ചെയ്യും എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇത് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണം 72 km/h പോകുന്നു. അപ്പോൾ അതിനെ ഞാൻ എ എന്ന് പറയുവാണ്, അല്ലെങ്കിൽ VA എന്ന് നമുക്ക് പറയാം. VA 72 km/h ആണ്. VB 90 km/h ആണ്. സ്പീഡ് കൂടിയത് സ്പീഡ് കുറഞ്ഞതിനെ ഓവർടേക്ക് ചെയ്ത് പോകും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത്ര സ്പീഡിലായിരിക്കും ഓവർടേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി ഇവൻ 72 km/h പോകുന്നത്, മറ്റേ ആളും 72 km/h പോകുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ചായിരിക്കും പോകുന്നത്. മറ്റേ ആൾ 72-നേക്കാൾ 73 ആണെങ്കിൽ 1 km/h ഓവർടേക്ക് ചെയ്യുന്നത്, 74 ആണെങ്കിൽ 2 km/h, 75 ആണെങ്കിൽ 3 km/h. അങ്ങനെ എത്ര സ്പീഡ് കൂടുന്നു, എന്ത് ഡിഫറൻസ് ആണോ ആ സ്പീഡിലായിരിക്കും അവ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയിലായിരിക്കും ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ VAB എന്ന് നമുക്ക് പറയാം. VAB എന്ന് പറയുന്നത് VB മൈനസ് VA അല്ലെങ്കിൽ 90 മൈനസ് 72 ഇസ് ഈക്വൽ ടു 18 km/h ആണ്. km/h ആണ്. ഇതിനെ എനിക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് ആയി കിട്ടും. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി. ആ സ്പീഡിലായിരിക്കും ഒരു കാർ മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവായി പറയുമ്പോൾ അതേപോലെ തന്നെ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് 3 ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. ഞാൻ ഇവിടെ എഴുതുവാണത് V = U + AT. ഓക്കെ, ഇത് റിലേറ്റീവ് വെലോസിറ്റിയുടെ ടേംസിൽ പറയുവാണെങ്കിൽ റിലേറ്റീവ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് റിലേറ്റീവ് ആക്സലറേഷൻ ഇൻറ്റു ടൈം. ടൈം റിലേറ്റീവ് അല്ല, ടൈം എപ്പോഴും ഒരു അബ്സല്യൂട്ട് വാല്യൂ ആണുള്ളത്, ബാക്കിയെല്ലാം റിലേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ റിലേറ്റീവായി നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എല്ലാത്തിനും റിലേറ്റീവ് ടേംസിൽ എഴുതണം. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്, S = UT + ½ AT². ഇത് റിലേറ്റീവ് പൊസിഷൻ, എല്ലാം SR എന്ന് ഞാൻ എഴുതുവാണ്. റിലേറ്റീവ് പൊസിഷൻ SR = UR ഇനീഷ്യൽ വെലോസിറ്റി, ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് ½ ഇൻറ്റു റിലേറ്റീവ് ആക്സലറേഷൻ ഇൻറ്റു ടൈം സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എഴുതാം. അതേപോലെ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ V² - U² = 2AS എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഫൈനൽ റിലേറ്റീവ് വെലോസിറ്റി മൈനസ് അതിൻ്റെ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ സ്ക്വയർ = 2 ഇൻറ്റു റിലേറ്റീവ് ആക്സലറേഷൻ ഇൻറ്റു റിലേറ്റീവ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ 3 ഇക്വേഷൻ ഓഫ് മോഷനും നമുക്ക് എപ്പോഴും റിലേറ്റീവ് ടേംസിൽ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം, നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവ തമ്മിലുള്ള രണ്ട് കാറിൻ്റെയും നീളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് കാർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു കാറിന് 5 മീറ്റർ, മറ്റേ കാറിന് 5 മീറ്റർ. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 + 5 10 ആണ്. ഓക്കെ, 10 മീറ്റർ ആയിരിക്കും ടോട്ടൽ ലെങ്ത്. ആ ദൂരമായിരിക്കും ഇത്ര വെലോസിറ്റി കൊണ്ട് മറികടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയാം, ആക്സലറേറ്റ് നമുക്ക് ഒരിക്കൽ കൂടി S = നമുക്കറിയാം S = UT + ½ AT², അല്ലെങ്കിൽ അത് റിലേറ്റീവ് ടേംസിൽ പറയുവാണെങ്കിൽ റിലേറ്റീവ് ഡിസ്റ്റൻസ്
റിലേറ്റീവ് ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് ഹാഫ് ഇൻറ്റു റിലേറ്റീവ് ആക്സലറേഷൻ ഇൻറ്റു ടൈം സ്ക്വയർ. ഇതിൽ ഈ കാർ തമ്മിൽ റിലേറ്റീവ് ആക്സലറേഷൻ ഇല്ല. രണ്ട് കാറും, ഒരു കാർ 90-ൽ പോവാണ്, മറ്റേ കാർ 72 km/h പോവാണ്. അപ്പം അവ തമ്മിലുള്ള റിലേറ്റീവ് ആക്സലറേഷൻ 0 ആയതുകൊണ്ട് ഈ ടേം 0 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് സ്പീഡ് ഇൻറ്റു ടൈം എന്നെഴുതാം. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് നമുക്കറിയാം, റിലേറ്റീവ് സ്പീഡ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ടൈമാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ടു ഓവർടേക്ക്? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 10 ഈസ് ഈക്വൽ ടു 5. 10 എന്ന് പറയുന്നത് റിലേറ്റീവ് ഡിസ്റ്റൻസ് ആണ്, ടോട്ടൽ ലെങ്ത്. റിലേറ്റീവ് വെലോസിറ്റി 5 ആണെന്ന് പറഞ്ഞു, ഇൻറ്റു ടി. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 2 seconds എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ? ആ സമയം കൊണ്ട് എത്ര ദൂരം അത് പോയി എന്നാണ് അടുത്ത ചോദ്യം. എത്ര ദൂരം പോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 90 km/h ആണ് ആ കാർ പോകുന്നത്. 90 km/h എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു 5/18 ഇത്രയും m/s ആയിരിക്കും. ഇത് സ്പീഡാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്, നമുക്കറിയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇൻറ്റു 2 ആയിരിക്കും പോയ ഡിസ്റ്റൻസ്. 90 ഇൻറ്റു 5/18 എന്ന് പറയുന്നത് ഇത് 5 ആണ്. സോ 25 ഇൻറ്റു 2 50 meters ആയിരിക്കും ആ സമയം കൊണ്ട് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എ ബോട്ട് ക്രോസസ് എ ഫ്ലോട്ട് ആൻഡ് ആഫ്റ്റർ 1 hour ഓഫ് ദാറ്റ് ടേക്സ് എ യു ടേൺ ടു ക്രോസ് ദ ഫ്ലോട്ട് അഗൈൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു കടത്തുണ്ട്, അല്ലെങ്കിൽ ഒരു വള്ളമുണ്ട്. ആ വെള്ളം നദിയിൽ പോവുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഒരു ഫ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി പോകുന്ന എന്തെങ്കിലും ഒരു സാധനം, അതിനെയാണ് ഫ്ലോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒഴുക്കിൽ പോകുന്ന സാധനത്തിനെ ഇത് ഒരു പ്രാവശ്യം ക്രോസ് ചെയ്തു, വള്ളം ക്രോസ് ചെയ്തു. എന്നിട്ട് 1 മണിക്കൂർ മുന്നിലോട്ട് പോയി. എന്നിട്ട് തിരിച്ച് യൂ ടേൺ അടിച്ച് വീണ്ടും ക്രോസ് ചെയ്യുവാണ് ഈ ഫ്ലോട്ടിനെ. ഓക്കെ, അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. ബൈ ദെൻ ദ ഫ്ലോട്ട് ഹാസ് ട്രാവൽഡ് 6 kilometers. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ബോട്ട് ഈ ഫ്ലോട്ടിനെ ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒഴുക്കിൽ പോകുന്ന സാധനത്തിനെ ക്രോസ് ചെയ്തു. എന്നിട്ട് കുറച്ച് ദൂരം പോയിട്ട് യൂ ടേൺ അടിച്ച് വീണ്ടും ക്രോസ് ചെയ്യുവാണ്. ആ സമയം കൊണ്ട് ഈ ഫ്ലോട്ട് 6 kilometer ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ റിവർ. റിവർ എന്ന് പറഞ്ഞാലും ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്കിൽ പോകുന്ന സാധനമാണല്ലോ. ആ വെലോസിറ്റി ഓഫ് ദ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒഴുക്കിൽ പോകുന്ന ആ ഒഴുക്കിൻ്റെ വെലോസിറ്റി തന്നെയാണ് ചോദിക്കുന്നത്. അത് ഫ്ലോട്ടിൻ്റെ വെലോസിറ്റി തന്നെയാണ് ചോദിക്കുന്നത്. എത്രയാണ് ഫ്ലോട്ടിൻ്റെ വെലോസിറ്റി എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കൽ കൂടി നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കൂടെ ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് ഡയഗ്രമാറ്റിക്കായി ഇതിനെ വരയ്ക്കാം. ഇതാണ് ആ റിവർ എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ബോട്ടുണ്ട്. ഓക്കെ, ആ ബോട്ട് ഒരു ഫ്ലോട്ടിനെ ക്രോസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ബോട്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ പൊസിഷനിൽ ഫ്ലോട്ടിനെ ആദ്യം ക്രോസ് ചെയ്തു. അത് ഞാൻ F1 എന്ന് വിളിക്കുവാണ്. ഫ്ലോട്ടിനെ ആദ്യം ക്രോസ് ചെയ്ത സ്ഥലമാണ് ഇത്. ഓക്കെ, എന്നിട്ട് ഇതുവരെ ആ കടത്ത് പോയി. ഇവിടെ യൂ ടേൺ അടിച്ചു. അപ്പോൾ ഇതിനെ യു എന്ന് വിളിക്കുന്നു ഞാൻ. എന്നിട്ട് തിരിച്ച് ആ ഫ്ലോട്ടിനെ ഈ ബോട്ട് വന്ന് ക്രോസ് ചെയ്തു. അതിന് ഞാൻ F2 എന്ന് വിളിക്കുവാണ്. ഓക്കെ, ബോട്ടിൻ്റെ വെലോസിറ്റി V ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒഴുക്കിൻ്റെ വെലോസിറ്റി U ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ആ ഫ്ലോട്ടിൻ്റെ വെലോസിറ്റി U ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. 1 മണിക്കൂറാണ് ആ ബോട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പ്രാവശ്യം ക്രോസ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ, ആഫ്റ്റർ 1 hour ഓഫ് ദാറ്റ് ക്രോസ് ചെയ്ത ശേഷം 1 hour ഇത് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ബോട്ടിൻ്റെ വെലോസിറ്റി എത്രയാണോ അത്രയും കിലോമീറ്റേഴ്സ് തന്നെ, അല്ലെങ്കിൽ അതേ ഇൻറ്റു 1 hour ആണ്. അപ്പോൾ അത്രയും ഇൻറ്റു 1 ആയിരിക്കും അത് പോയ ഡിസ്റ്റൻസ്. ഓക്കെ, ബോട്ടിൻ്റെ വെലോസിറ്റി നമുക്കറിയാം V ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ബോട്ട് മാത്രമാണെങ്കിൽ V എന്ന് എഴുതാം. പക്ഷെ ഒഴുക്കിൽ പോകുന്ന ബോട്ട് ആയതുകൊണ്ട് ഇത് രണ്ടിനെയും ആഡ് ചെയ്ത് വേണം ബോട്ടിൻ്റെ വെലോസിറ്റി എഴുതാൻ. അപ്പോൾ ബോട്ടിൻ്റെ വെലോസിറ്റി V+U ഇൻറ്റു ആ വെലോസിറ്റി ഇൻറ്റു ടൈം 1 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് ടോട്ടൽ യൂ ടേണിന് മുന്നേ എടുത്തത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്കറിയാം. ആദ്യം ഒരു പ്രാവശ്യം ക്രോസ് ചെയ്തു ഫ്ലോട്ടിനെ F1-ൽ. എന്നിട്ട് യൂ ടേൺ അടിച്ചിട്ട് F2-ൽ തിരിച്ച് ക്രോസ് ചെയ്തു. ആ സമയം കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ആ ഫ്ലോട്ട് 6 kilometer ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? F1 F2 ഉള്ള ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 6 kilometer ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ പ്രാവശ്യം കടക്കുമ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം കടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഫ്ലോട്ട് 6 kilometer ഓടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? V+U - 6 എന്ന് എഴുതാം. ടോട്ടൽ V+1 ആണ്. അതിൽ 6 പോയി കഴിഞ്ഞാൽ ബാക്കി V+U - 6 ആണ്. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ള എന്താണ്? നമുക്ക് ചോദിച്ചിട്ടുള്ള U ആണ് ചോദിച്ചിട്ടുള്ളത്. U ആണ് ഫ്ലോട്ടിൻ്റെ വെലോസിറ്റി, അല്ലെങ്കിൽ റിവറിൻ്റെ വെലോസിറ്റി തന്നെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കാം. നമുക്ക് അറിയാവുന്നത് ടൈമിനെ കുറിച്ചാണ് അറിയാവുന്നത്. അതായത്
ഇത് പോയ ദൂരവും സമയവും നമുക്ക് പറയാം. അതേ സമയം കൊണ്ട് ആ ബോട്ട് അങ്ങോട്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ടൈമിനെ എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വിഒ യുഒ ഏതെങ്കിലും കിട്ടുമോ എന്നെനിക്ക് ശ്രമിക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറയുവാണ് ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ബോട്ട്. എത്ര സമയം ബോട്ട് ട്രാവൽ ചെയ്തു എന്ന് ഞാൻ ചോദിക്കണം. അപ്പം ഞാൻ ടോട്ടൽ ടൈം ഫോർ ബോട്ട് ഇത് എഴുതുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ബോട്ട് 1 മണിക്കൂർ ട്രാവൽ ചെയ്തു, പിന്നെ യു ടേൺ അടിച്ച് തിരിച്ച് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു, അതിനുള്ള സ്പീഡും അറിയാം. അപ്പോൾ ദൂരവും സ്പീഡും അറിയാമെങ്കിൽ എനിക്ക് സമയം എടുക്കാം. ആദ്യത്തെ സമയം എനിക്കറിയാം 1 hour തന്നെയാണ്, പ്ലസ് ഇത്രയും ദൂരം അത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ബോട്ടിൻ്റെ വെലോസിറ്റി v ആണ്, പക്ഷേ ഒഴുക്കിൻ്റെ വെലോസിറ്റി u അങ്ങോട്ടാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബോട്ടിൻ്റെ വെലോസിറ്റി v മൈനസ് യു ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ദൂരം ബോട്ട് v മൈനസ് യു വെലോസിറ്റിയിലാണ് പോയത്. അപ്പോൾ എനിക്ക് അവിടുത്തെ സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം v പ്ലസ് യു മൈനസ് 6 ഡിവൈഡഡ് ബൈ v മൈനസ് യു എന്നെനിക്ക് എഴുതാം. ആദ്യം 1 മണിക്കൂർ പോയി, പിന്നെ തിരിച്ച് ഇത്രയും ദൂരം കൂടെ പോയി, അത്രയും ദൂരം പോകാൻ എടുത്ത സമയമാണ് ഞാൻ എഴുതിയത്. v പ്ലസ് യു മൈനസ് 6 ആണ് അത്രയും ദൂരം, v മൈനസ് യു ആണ് അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടി. അപ്പോൾ ഇതാണ് ടൈം ടേക്കൺ ഫോർ ബോട്ട്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ഇപ്പുറത്തുള്ളത് മായ്ക്കുവാണ്. ഇനി നമുക്ക് ഇതിന് എടുത്ത സമയം, ആ ഫ്ലോട്ടിനെടുത്ത സമയം നമുക്ക് നോക്കാം. ഈ ഫ്ലോട്ട് ആ സമയം കൊണ്ട് പോയത് 6 കിലോമീറ്ററാണ് പോയത്. ആൻഡ് ഫ്ലോട്ടിൻ്റെ വെലോസിറ്റി എനിക്കറിയാം യു ആണ്, അല്ലെങ്കിൽ റിവറിൻ്റെ വെലോസിറ്റി എന്താണോ അത് തന്നെയായിരിക്കും ഒരു ഒഴുക്കിൽ പോകുന്ന സാധനം. ഒരു സാധനം എടുത്ത് ഞാൻ ഒരു ഒഴുക്കിൽ വിട്ട് കഴിഞ്ഞാൽ, ഒരു പേപ്പറിനെ എടുത്ത് ഞാൻ ഒരു ഒഴുക്കിൽ അല്ലെങ്കിൽ ഒരു നദിയിലിട്ട് കഴിഞ്ഞാൽ ആ നദി എന്ത് സ്പീഡിൽ പോകുന്നോ അതേ സ്പീഡിലായിരിക്കും ആ പേപ്പറും പോകുന്നത്. അപ്പോൾ ഫ്ലോട്ടും അതേപോലെയാണ്. നമ്മൾ ഫ്ലോട്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നദിയുടെ വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ ടൈം ടേക്കൺ ഫോർ ഫ്ലോട്ട് ഞാൻ എഴുതുവാണ്. ടൈം ടേക്കൺ ഫോർ ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ ഫ്ലോട്ട് പോയ ദൂരം എനിക്കറിയാം 6, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ ഫ്ലോട്ടിൻ്റെ വെലോസിറ്റി യു. ഓക്കെ, എനിക്ക് എന്തറിയാം, ഈ രണ്ടും സെയിം ആയിരിക്കും. അതായത് F2 എത്തുമ്പോൾ ഇത്രയും സമയം ബോട്ടിന് എടുത്തു, F2 എത്തിയപ്പോൾ അത്രയും സമയം ഫ്ലോട്ടിനെടുത്തു. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് 1 and 2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? എനിക്ക് എന്ത് പറയാം? 1 പ്ലസ് v പ്ലസ് യു മൈനസ് 6 ഡിവൈഡഡ് ബൈ v മൈനസ് യു ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ യു എന്നെഴുതും. LCM എടുത്ത് ഇതൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം LCM എടുക്കുമ്പോൾ v പ്ലസ് യു കൊണ്ട് ഇക്വേഷനെ മൊത്തമായി മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഇപ്പുറത്തെ സൈഡ് യു കൊണ്ട് ഇക്വേഷനെ മൊത്തമായി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ v പ്ലസ് യു ഇൻറ്റു യു കൊണ്ട് ഞാൻ ഇക്വേഷനെ ഫുൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ഇക്വേഷൻ്റെ 2 സൈഡും ഒരേ ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ v പ്ലസ് യു v മൈനസ് യു ഇൻറ്റു യു കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ v മൈനസ് യു ഇൻറ്റു യു ഇൻറ്റു 1 അത് അങ്ങനെ തന്നെ നിൽക്കും, പ്ലസ് v പ്ലസ് യു മൈനസ് 6 ദ ഹോൾ ഇൻറ്റു യു ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു v മൈനസ് യു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വി യു മൈനസ് യു സ്ക്വയർ പ്ലസ് വി യു പ്ലസ് യു സ്ക്വയർ മൈനസ് 6u ഈസ് ഈക്വൽ ടു 6v മൈനസ് 6u. 6u മൈനസ് 6u പ്ലസ് 6u അല്ല മൈനസ് 6u അപ്പുറത്ത് ഇപ്പുറത്തുണ്ട്, അത് കട്ട് ചെയ്ത് പോവും. മൈനസ് യു സ്ക്വയറും പ്ലസ് യു സ്ക്വയറും കട്ട് ചെയ്ത് പോവും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2vu ഇസ് ഈക്വൽ ടു 6v. 2vu ഇസ് ഈക്വൽ ടു 6v. വിയും വിയും കട്ട് ചെയ്ത് പോവും. 2u ഇസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ u ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ കിലോമീറ്റർ ആണ് നമ്മൾ എടുത്തത് ആൻഡ് 1 hour ആണ് എടുത്തത്. ടൈമിൻ്റെ യൂണിറ്റ്. അപ്പം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കിലോമീറ്ററും ടൈമിൻ്റെ യൂണിറ്റ് ഹവറും എടുത്തുകൊണ്ട് എനിക്ക് കിട്ടുന്ന ആൻസർ കിലോമീറ്റർ പെർ ഹവറിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കൂടുതലും റിലേറ്റീവ് വെലോസിറ്റിനെ കുറിച്ചാണ്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപേക്ഷിക വേഗം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഒരു ബോഡീനെ
വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. അതിന് വളരെ ക്ലാസിക് ആയിട്ടുള്ള 2 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒന്ന്, ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മളും ഭൂമിയും ഒരേ വെലോസിറ്റിയിൽ ചുറ്റുന്നുമുണ്ട്, നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഭൂമി ചുറ്റുന്നതായിട്ട്, അല്ല ഭൂമി കറങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇതേത് ഭൂമിയുടെ വെളിയിൽ നിന്നും ഒരാൾ പോയി നിൽക്കുവാണെങ്കിൽ നമ്മളും ഭൂമിയും കറങ്ങുന്നതായി അയാൾക്ക് കാണാൻ പറ്റും. അതാണ് ഒരു ക്ലാസിക് എക്സാമ്പിൾ. അപ്പോൾ അത് സെയിം ഡയറക്ഷനിലുള്ള എക്സാമ്പിൾ. അപ്പോൾ സെയിം ഡയറക്ഷൻ ആകുമ്പോൾ വെലോസിറ്റി മൈനസ് ആവും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എക്സാമ്പിൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വെലോസിറ്റി പ്ലസ് ആവും എന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു ഞാൻ ട്രെയിൻ പറഞ്ഞു. 2 ട്രെയിൻ പതുക്കെ ക്രോസ് ചെയ്താൽ പോലും അപ്പുറത്തുള്ള ട്രെയിൻ പറയും അവൻ ഭയങ്കര സ്പീഡെന്ന്, ഇപ്പുറത്തുള്ള ട്രെയിൻ പറയും അവൻ ഭയങ്കര സ്പീഡെന്ന്. രണ്ടുപേരും പതുക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? 2 വെലോസിറ്റിയും ആഡപ്പ് ആയിരിക്കും ചെയ്യുന്നത് എപ്പോഴാണ്? രണ്ടിൻ്റെയും ഡയറക്ഷൻ ഡിഫറെൻറ്റ് ആയിരിക്കുമ്പോൾ. ഓക്കെ, അത് വെച്ച് നമ്മൾ ഗ്രാഫ്സ് വരച്ചു, പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു. അതിനുശേഷം 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് സെഷനാണ് നമ്മൾ ഇന്ന് നോക്കിയത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മൊത്തമായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ എഴുതാം. ഞാൻ കമൻസ് വായിക്കുന്നതായിരിക്കും, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ദയവായി സ്ക്രീൻഷോട്ട് എടുത്തോളാം ആൻഡ് ഇതിന് നോട്ട്സ് എഴുതി എടുത്തോളാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.